ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നില്ലേ? ഇന്ന് നമുക്കൊരു നാടൻ കോംബോ ആകാം. സാധാരണയായി നമ്മൾ ഇട്ടുവരുന്ന ഒരു 10 റോസ് കോംബോ അങ്ങനെയുള്ള കോംബോ അല്ല. ഇത് കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സിൻ്റെ കോംബോയാണ്. കോംബോ ആയിട്ട് കുറേയധികം പ്ലാന്റ്സ് ചെറുത് വാങ്ങിച്ചിട്ട് ചെറുത് പിടിപ്പിച്ചെടുക്കാൻ പറ്റാത്തവരുടെ കുറച്ച് കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ വിഷമങ്ങൾ കാരണമാണ് ഞാനിപ്പോൾ പൊതുവേ ചെറിയ കോംബോ ഇടാൻ മടിക്കുന്നത്. എന്നാലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട്, അതായത് ചെറിയ പ്ലാന്റ്സ് മതി ഞങ്ങൾ പിടിപ്പിക്കും എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാർട്ടിൽ ഒരു ചെറിയ നാടൻ കോംബോ നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതൊരു 7 പ്ലാന്റിന് 260 റുപ്പീസാണ്. പ്ലസ് സി സി ആണ് അതിൻ്റെ വില, 260 പ്ലസ് സി സി ആണ്. അപ്പോൾ അത് വേണ്ടുന്നവർ നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സ് ആണ്. അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ആദ്യമായി നമുക്ക് ബട്ടൺ റോസുകൾ കാണാം. ബട്ടൺ റോസുകളാണ് നമ്മുടെ നാടൻ ചെടികളിൽ ഏറ്റവും കൂടുതലായിട്ട് വരാറുള്ളത്. അതിൽ നമുക്ക് പിങ്ക് ബട്ടണുണ്ട്. പക്ഷേ പിങ്ക് ബട്ടണിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ അത് ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്ന പൂക്കളാണ്. പിങ്ക് ബട്ടൺ സാധാരണയായിട്ട് ബട്ടൺ പോലെ നമ്മുടെ വിരിയാത്ത മൊട്ട് പോലെ നിൽക്കുകയാണ് സാധാരണഗതിയിൽ. എന്നാൽ ഇതിനകത്തുള്ള ബട്ടൺ റോസുകൾ, പിങ്ക് ബട്ടൺ റോസുകൾ നന്നായിട്ട് ഓപ്പൺ ആകുന്ന ഫ്ലവേഴ്സാണ്. പിന്നെയുള്ളത് സമ്മർ സ്നോ റോസാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടൻ ചെടികളിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് നാടൻ യെല്ലോ അല്ലെങ്കിൽ യെല്ലോ 7 ഡേയ്സ് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സും ഈ ഇരിക്കുന്ന അതേ സൈസ് പ്ലാന്റ്സാണ് നമുക്ക് കോംബോയിലുള്ളത്. അപ്പോൾ ഈ യെല്ലോ നാടൻ തിരഞ്ഞു വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ചിലപ്പോഴെല്ലാം നമുക്കത് സ്റ്റോക്കിൻ ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മളത് സ്റ്റോക്കിലുണ്ട്. അത് നമ്മളിപ്പോൾ കോംബോയിലിടാനാണ് വിചാരിക്കുന്നത്. ഈ കാണുന്നതിനേക്കാളും വലിയ പൂക്കളാണ്. നാടൻ ചെടികളിൽ ഏറ്റവും വലിയ പൂക്കളുണ്ടാകുന്ന റോസാണ് 7 ഡേയ്സ്. 7 ഡേയ്സിൻ്റെ യെല്ലോ കളറാണ്, അതല്ലെങ്കിൽ നാടൻ യെല്ലോ എന്നെല്ലാമാണ് ഇതിനെ അറിയപ്പെടുന്നത്. കോംബോയിലുള്ള ബട്ടൺ റോസുകൾ ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ളായിട്ട് ഓപ്പൺ ആകുന്ന ഫ്ലവേഴ്സാണ്. സാധാരണഗതിയിൽ ബട്ടൺ റോസുകൾ, പിങ്ക് ബട്ടൺ, പലരും എന്നോട് ചോദിക്കാറുണ്ട് ഫുള്ളി ഓപ്പൺ ആകുന്ന ബട്ടൺ റോസുകളുണ്ടോ എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം അങ്ങനത്തുള്ളതാണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സാണ്. പ്ലാന്റ് സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വിഷമവും വേണ്ട. ഈ കാണുന്ന പ്ലാന്റ്സും ആദ്യം കാണിച്ച പ്ലാന്റ്സുമാണ് നമ്മൾ കോംബോയിൽ അയക്കുന്നത്. ഇതിനകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് ഓപ്പണായിട്ട് വിരിഞ്ഞിട്ടുള്ള പിങ്ക് ബട്ടൺ റോസുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നീടുള്ളത്, ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് കാണാം. അത് നമ്മുടെ അഹല്യ റോസ് അല്ലെങ്കിൽ നമ്മൾ പിങ്ക് സമ്മർ സ്നോ എന്നെല്ലാം പറയുന്ന സമ്മർ സ്നോ റോസാണ്. സമ്മർ സ്നോ റോസിനെ കുറിച്ച് നമുക്ക് എല്ലാ പേർക്കും അറിയാം. അത് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു നാടൻ പ്ലാന്റാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത് അതിനൊരു പിങ്ക് ഷെയ്ഡും പിന്നീട് അത് കൊഴിയുന്ന സമയത്തേക്ക് വൈറ്റും ആകുന്നതിനെ നമ്മൾ അഹല്യ റോസ് എന്നും അതല്ലെങ്കിൽ പിങ്ക് സമ്മർ സ്നോ എന്നും വിളിക്കാറുണ്ട്. നല്ല ഭംഗിയാണ്. അതിനകത്ത് ഈ മിക്സഡായിട്ട് ഫ്ലവേഴ്സ് കാണും. പിങ്കും യെല്ലോയും ഒന്നിച്ചുണ്ടാവും. പിങ്കും വൈറ്റും ഒന്നിച്ചുണ്ടാവും. അതാണ് അഹല്യ റോസ് അല്ലെങ്കിൽ പിങ്ക് സമ്മർ സ്നോ. പിന്നീട് നമ്മുടെ കോംബോയിലുള്ളത് ഈ ഒരു റെഡ് റിച്ച് റോസുകളാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നാടൻ പ്ലാന്റാണ്. സാധാരണഗതിയിൽ നാടൻ ചെടികൾക്ക് അത്ര ബലം ഉണ്ടാവില്ല. അവർ നന്നായിട്ട് വളരുമ്പോൾ മാത്രമാണ് നല്ല ബലം ഉണ്ടാകുന്നത്. പക്ഷേ ചെറുപ്പത്തിലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നാടൻ പ്ലാന്റാണ് റെഡ് റിച്ച് റോസുകൾ. റെഡ് റിച്ച് റോസുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെയിലി പൂക്കളുണ്ടാകും. പക്ഷേ വേറൊരു പ്രത്യേകതയുണ്ട്. ചില സ്ഥലങ്ങളിൽ അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന പൂക്കൾ നല്ല ഡാർക്ക് പിങ്ക് കളറിലാണ് ഉണ്ടാകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ വിരിഞ്ഞാലും അതിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ചിലപ്പോൾ അത് നന്നായിട്ട് വിരിയില്ല, ചിലപ്പോൾ നന്നായിട്ട് വിരിയുകയും ചെയ്യും. റെഡ് മാർഗോകോസ്റ്റ് റോസുകൾ ഇങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നന്നായിട്ട് വിരിയും, ചിലപ്പോൾ വിരിയില്ല. നമ്മുടെ ഗാർഡനിലൊരു മുതൽക്കൂട്ടാണ് സമ്മർ സ്നോ റോസുകൾ. എപ്പോഴും എല്ലാ ദിവസങ്ങളിലും പൂക്കളുണ്ടാകുന്ന നാടൻ ചെടികൾ. ഈ നാടൻ ചെടികളിൽ നിന്ന് ഒരുപാട് പേർ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ചോദിച്ചു വരുന്നത് ഡെയിലി പൂക്കളുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ്. കെയറിങ് കുറച്ച് മതി എന്നാണ് പലരും വിശ്വസിക്കുന്നത്. സമ്മർ സ്നോ റോസുകളുടെ ഈ ഒരു പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ അയക്കുന്നത്. ചെറിയ ചെടികൾ വാങ്ങിയിട്ട് പിടിക്കുന്നില്ല എന്ന് പരാതിയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു കോംബോ സെറ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് കോംബോയിലുള്ളത് കരിഷ്മ റോസാണ്. നാടൻ കരിഷ്മ റോസ്. പ്ലാന്റ് സൈസ് അത്ര ഭയങ്കര വലുതല്ല, എന്നാൽ തീരെ ചെറുതുമല്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഗാർഡനിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ കണ്ണിലുടക്കുന്നത് കടും കളറിലുള്ള പൂക്കളായിരിക്കും. അതിൽ ഒരാളാണ് ഈ കരിഷ്മ. ഓറഞ്ചും യെല്ലോയും കൂടി ചേർന്നിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിൽ ബഞ്ചായിട്ടുണ്ടാകുന്ന ഫ്ലവറാണ് കരിഷ്മ റോസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകളെല്ലാം ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്.
യെല്ലോ റോസ് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമുക്കത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോംബോ, അതായത് ഇത്രയും പ്ലാന്റ്സ് ഉൾപ്പെടുന്ന ഇതേപോലെ പ്ലാന്റ് സൈസുള്ള ഒരു കോംബോയ്ക്ക് നമ്മുടെ റേറ്റ് വരുന്നത് 480 രൂപ പ്ലസ് CC ആണ് നമ്മുടെ കോംബോയുടെ റേറ്റ് ആയിട്ട് വരുന്നത്. 5 പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ കോംബോയിലുള്ളത്. എല്ലാം നാടൻ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. 5 അത്യാവശ്യം സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള 5 നാടൻ പ്ലാന്റ്സ് വേണം എന്നുള്ളവർ, ഈ കോംബോ വേണം എന്നുള്ളവർ 480 രൂപ പ്ലസ് CC ആണ് ഇതിൻ്റെ റേറ്റ്. വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കുക. ഓർഡർ എടുത്ത് അടുത്ത ആഴ്ചയ്ക്ക്, അതായത് ഒരു 10 വർക്കിംഗ് ഡേ നമ്മൾ എടുക്കാറില്ല. ഇപ്പോൾ ഇന്ന് ഓർഡർ എടുക്കുകയാണെങ്കിൽ അടുത്ത വ്യാഴത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് എത്തുന്നതായിരിക്കും. പ്ലാൻസ് എപ്പോഴാണ് അയക്കുന്നത് ഡേറ്റ് ഒന്ന് പറയാമോ എന്നെല്ലാം ചോദിച്ചിട്ട് ദയവേത് നിങ്ങൾ മെസ്സേജസ് അനാവശ്യമായിട്ട് ഇടാതെ ഇരിക്കുക. പ്ലാൻസ് ഓർഡർ ചെയ്താൽ കിട്ടില്ല എന്നൊക്കെയുള്ള ചില വിഷമങ്ങളാണ് പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ. കുറച്ച് ആദികളാണ്. എന്നിരുന്നാലും നിങ്ങൾ നമ്മളെ വിശ്വസിക്കുക. നമ്മൾ ആരുടെയും പ്ലാൻസ് അയക്കാതിരുന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായി വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാതെ മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നാൽ അത് നമുക്ക് വീണ്ടും താമസം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അഡ്രസ്സ് മാനുവലിയാണ് നമ്മൾ എഴുതിയെടുക്കുന്നത്. താഴെ നിന്ന് എഴുതി വരുമ്പോൾ ആദ്യം വരുന്ന ഓർഡറിന് ആദ്യം തന്നെ ടേൺ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും അഡീഷണലായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം, അതല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി നിങ്ങൾക്ക് എന്നെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാടൻ ചെടികൾ കാത്തിരിക്കുന്നവർക്ക് ഒരുപാട് വെറൈറ്റീസൊന്നും നമുക്ക് നാടനിൽ വരുന്നില്ല. വരുന്നത് നന്നായിട്ട് നല്ല ചെടികൾ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ ഇങ്ങനെ കോംബോ ആയിട്ടൊക്കെ കിട്ടാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടെന്നറിയാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.